ഇപ്പോൾ നമുക്ക് സെൻ ടെക്നോളജീസിൻ്റെ ചാർട്ടൊന്ന് നോക്കാം. ഇത് ഓൾറെഡി ഞാൻ വരച്ചിട്ടുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ഈ ടെക്നിക്കൽ ഇതിനും വരച്ച് ഒരുപാട് വീഡിയോ ഒത്തിരി നീട്ടി പോകണ്ടെന്ന് വെച്ചിട്ട്. ഇപ്പം ഇതൊരു നമുക്ക് ലോങ് ടൈം റെസിസ്റ്റൻസ് ആണെന്ന് മനസ്സിലാക്കാം. കാരണം ഇവിടെ ഒരു റെസിസ്റ്റൻസ് അപ്പോൾ ഇതൊന്ന് കണക്ട് ചെയ്ത് നമ്മൾ നീട്ടി വരയ്ക്കാൻ നേരത്ത് അത് ലോങ് ടൈമിൽ ഇത് ആക്ട് ചെയ്യുന്നുണ്ട്, നല്ല ഇത് റെസിസ്റ്റൻസ് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കിതൊരു ചാനലായിട്ട് നമുക്ക് കാണാം. ഇത് പിന്നെ ഞാനൊരു ഇമ്പോർട്ടൻറ്റ് ലൈൻ ആയതുകൊണ്ട് ഞാനത് മാർക്ക് ചെയ്ത് റെഡ് കളറിലിട്ടതാണ്. അപ്പം ഇതൊരു ചാനൽ, ഇതും ഈ ഒരു 2 ലൈനിടയ്ക്ക് ചാനൽ ഇപ്പം കൃത്യമായിട്ട് എടുക്കുന്നുണ്ട്. ഇത് ബ്രേക്ക് ചെയ്തു, ഇത് ഒരു അപ്പ് മൂവ്മെൻറ്റ് തന്നു, ചെറിയൊരു ഡൗൺ, ഇവിടെ തന്നെ ഒരു സപ്പോർട്ട് എടുക്കുന്നു, റെസിസ്റ്റൻസ് സപ്പോർട്ട്, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. ബ്രേക്ക് ഔട്ട് അതിൻ്റെ ഒരു റീടെസ്റ്റ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മുകളിലോട്ട് നല്ലൊരു മൂവ് ഒരു 200-നടുത്ത് സംതിങ് ആണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഒരു 200-നടുത്ത് ഒരു ബ്രേക്ക് ഔട്ട് ചെയ്ത് നമുക്ക് ഒരു സംതിങ് നമുക്ക് 200-നടുത്ത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ഹോൾഡ് ചെയ്യണോ വിൽക്കണമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ എൻ്റെ ഒരു വ്യൂ പറയാം. അതിപ്പോൾ ഇവിടെ കിടന്നിങ്ങനെ ഒരു ആക്ട് ചെയ്തിട്ട് ഇവിടെ ചെറിയൊരു കൺസോൾട്ടേഷൻ പോലെ വന്നിട്ട് നാളെ ഒരു അപ്പ് മൂവ്മെൻറ്റ്, നാളെ എന്ന് പറഞ്ഞാൽ ഇത് വീക്ക്ലി ടൈം ഫ്രെയിം ആയതുകൊണ്ട് നമ്മളൊരു വീക്കിൻ്റെ അവസാനം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ആ ഒരു ക്യാൻഡിൽ എങ്ങനെയുണ്ടോ നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇപ്പം നമ്മളിപ്പോൾ ഒരു സേഫായിട്ടുള്ളൊരു കണ്ടീഷനാണ്. എപ്പോഴാണ് നമ്മളൊന്ന് അലേർട്ട് ആയതുണ്ടെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൈൻ, ഈ ഒരു താഴത്തെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴെ പോയാൽ ചിലപ്പോൾ അങ്ങ് താഴോട്ട് പോയിട്ട് പിന്നെ എന്നത്തേക്ക് കയറി വരുമോ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇവിടെ ഒരു ചെറിയ റെസിസ്റ്റൻസും ഉണ്ട്. ലോങ് ടൈം ഇപ്പം ഹോൾഡ് ചെയ്യേണ്ടവർക്ക് ഹോൾഡ് ചെയ്യാം. ഇപ്പം എൻട്രി ആണെന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, എൻട്രി ടൈം ആണോ എന്ന് ചോദിച്ചാൽ അത് ഓരോരുത്തരുടെ ഓരോ പെർസ്പെക്റ്റീവ് അനുസരിച്ചിരിക്കും. കാരണം ഇപ്പോൾ ഒരു ലോങ് ടൈമിലൊരു മുകളിലോട്ടുള്ളൊരു മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് വേണമെങ്കിൽ കയറാം. ചെറിയൊരു കൺസൾട്ടേഷൻ വരും, അല്ല ചെറിയൊരു കൺസൾട്ടേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു റെസിസ്റ്റൻസ് നമ്മൾ വരച്ചിട്ട് അതൊരു ബ്രേക്ക് ഔട്ട് ആകുമ്പോഴത്തേക്ക് നമുക്ക് വേണമെങ്കിൽ മേടിച്ചിട്ട് ഈ റെസിസ്റ്റൻസ് വരെ വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു ചാനലിനകത്ത് എത്ര നാൾ നിൽക്കുന്നു അത്ര നാൾ നമുക്ക് ഹോൾഡ് ചെയ്യാം. അത്രേ ഉള്ളൂ. സിമ്പിളായിട്ടൊരു അനാലിസിസ്, എൻ്റേതായിട്ടുള്ളൊരു വ്യൂ ഞാൻ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. താങ്ക് യു.